الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم واذكر ربك في نفسك تضرعا وخيفة ودون الجهر من القول بالعدو والآصال ولا تكن من الغافلين. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും പാലിച്ച് പുലർത്തി ജീവിക്കാൻ ശ്രമിക്കണമെന്ന് നമ്മെ ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ജീവിത വിജയത്തിൻ്റെ ഏറ്റവും വലിയ അടയാളം ദിക്റുള്ളയാണ്. ആരാണോ ശൂന്യതയിൽ നിന്ന് നമ്മെ സൃഷ്ടിച്ചത്, ആരാണോ വളരാൻ ആവശ്യമായ സാഹചര്യങ്ങൾ നമുക്ക് ഒരുക്കി തന്നത്, ആരാണോ ഈ ലോകത്ത് വെച്ച് നമ്മെ മരിപ്പിക്കുന്നത്, അതിനുശേഷം ആരാണോ ബർസഖിയായ ജീവിതം നിശ്ചയിച്ചത്, അതിനുശേഷം വിചാരണയും ശാശ്വതമായ ലോകവുമെല്ലാം ആര് നിശ്ചയിച്ചു എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം റബ്ബ് സുബ്ഹാനഹു വ തആല എന്നാണ്. എങ്കിൽ ആ റബ്ബിനെ ഓർത്തുകൊണ്ട് അവന് ദിക്ർ ചെയ്തുകൊണ്ടുള്ള ജീവിതം, അതാണ് നമ്മുടെ ജീവിതം വിജയിക്കുവാൻ ഇഹലോകത്തും പരലോകത്തും ഏറ്റവും അനിവാര്യമായിട്ടുള്ളത്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും തുടർന്ന് നമ്മെ ഏവരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ സൂറത്ത് ആറാഫിലെ 7-ാം അധ്യായത്തിലെ അവസാന ഭാഗത്ത് 205-ാമത്തെ ആയത്തിൽ പറയുന്നത് കാണാം. വദ്കുർ റബ്ബക ഫീ നഫ്സിക തളർറുഅൻ വഖീഫതൻ വദൂനൽ ജഹരി മിനൽ ഖൗലി ബിൽ ഉദുവ്വി വൽ ആസാൽ വലാ തകും മിനൽ ഗാഫിലീൻ. നീ നിന്റെ റബ്ബിനെ നിന്റെ മനസ്സിൽ ഓർക്കുക, വിനയത്തോടുകൂടി ഭയത്തോടുകൂടി. വദൂനൽ ജഹരി മിനൽ ഖൗൽ, ഖൗൽ സംസാരം, ശബ്ദം ഉയർത്തേണ്ടതില്ല, ഉച്ചത്തിലാക്കേണ്ടതില്ല. ബിൽ ഉദുവ്വി വൽ ആസ്വാൽ, രാവിലെയും വൈകുന്നേരവും. വലാ തകും മിനൽ ഗാഫിലീൻ, നീ അശ്രദ്ധരുടെ കൂട്ടത്തിൽ, ശ്രദ്ധയില്ലാത്തവരുടെ കൂട്ടത്തിൽ പെട്ടുപോകരുത് എന്ന്. ഇത് ഓരോ സത്യവിശ്വാസിയോടുമുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഉപദേശമാണ്, നിർദ്ദേശമാണ്, കൽപ്പനയാണ്. കാരണം ഇത് പാലിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കും. വലാ തകൂനു കല്ലദീന നസുല്ലാഹ ഫഅൻസാഹും അൻഫുസഹും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, നിങ്ങൾ ഒരു കൂട്ടരെ പോലെയാകരുത്. ആരാണ് ആ കൂട്ടർ? അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മറന്നു കളഞ്ഞു. അപ്പോൾ അല്ലാഹു അവരെ തന്നെ മറപ്പിച്ചു കളഞ്ഞു. അഥവാ നമ്മൾ നമ്മളെ തന്നെ മറന്നാൽ എല്ലാ തെറ്റും നമ്മൾ ചെയ്യും. നമ്മൾ നമ്മളെ തന്നെ അങ്ങ് മറന്നുപോയാൽ പിന്നെ ഒരു ലൈസൻസും ഉണ്ടാവില്ല ജീവിതത്തിന്. ആ ഒരു അവസ്ഥയിലേക്ക് നാം എത്തിപ്പോകും. എങ്ങനെയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദിക്റിൽ നിന്നും നമ്മൾ തെന്നിമാറിയാൽ, ആ ദിക്ർ നമ്മളിൽ നിന്നും മാറിപ്പോയാൽ പിന്നീട് നമ്മൾ നമ്മെ മറക്കും. നമ്മെ മറന്നാൽ പിന്നീട് മദ്യപാനം ഒരു പ്രശ്നമാവില്ല, പിന്നീട് വ്യഭിചാരം ഒരു പ്രശ്നമാവില്ല, പിന്നീട് കള്ളത്തരങ്ങൾ പ്രശ്നമാവില്ല, പിന്നീട് ചതി പ്രശ്നമാവില്ല. കാരണം നമ്മൾ നമ്മളെ തന്നെ മറന്നു.
നാം നമ്മെ തന്നെ മറക്കുന്നത് എപ്പോഴാണ്? നമ്മൾ റബ്ബ് സുബ്ഹാനഹു വ തആലയെ മറക്കുമ്പോഴാണ്. അങ്ങനെ റബ്ബിനെ മറന്നുപോയ ഒരു വിഭാഗത്തെ പോലെ നിങ്ങളായി തീരരുത് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ദിക്ർ ചെല്ലേണ്ടുന്ന മര്യാദ, വദ്കുർ റബ്ബക ഫീ നഫ്സിക, നീ നിന്റെ മനസ്സിൽ നിന്റെ റബ്ബിനെ ഓർക്കുക. അപ്പോൾ ദിക്റിന്റെ കേന്ദ്രം, ദിക്റിന്റെ ന്യൂക്ലിയസ് നമ്മുടെ ഹൃദയമാണ്, നമ്മുടെ മനസ്സാണ്. ആ മനസ്സിൽ തട്ടിക്കൊണ്ടായിരിക്കണം നമസ്കരിച്ചതിന് ശേഷമുള്ള സുബ്ഹാനല്ലാഹും അൽഹംദുലില്ലയും അല്ലാഹു അക്ബറും ആകട്ടെ, രാവിലത്തെ ദിക്റുകളാകട്ടെ, വൈകുന്നേരത്തെ ദിക്റുകളാകട്ടെ എല്ലാം ചൊല്ലേണ്ടത്. എന്നിട്ട് പ്രത്യേകം പറഞ്ഞു ശബ്ദം ഉയർത്തേണ്ടതില്ല. മൊത്തത്തിൽ ദിക്റുകൾക്ക് നമ്മൾ ഇമാം നിൽക്കുമ്പോൾ ഇമാം വലദ്ദാലീൻ എന്ന് പറഞ്ഞാൽ ഉറക്കെ ഓതി നമസ്കരിക്കുന്ന നമസ്കാരങ്ങളിൽ ഉറക്കെ ആമീൻ എന്ന് പറയണം. അത് ഉറക്കെ തന്നെ പറയാൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് ആവശ്യപ്പെട്ടതാണ്. പെരുന്നാളിന്റെ മാസം കണ്ടു എന്നറിഞ്ഞാൽ അങ്ങാടികളിൽ അടക്കം നമുക്ക് ഉറക്കെ തക്ബീർ ചെല്ലാം, കുട്ടികളോട് ഉറക്കെ അത് ചെല്ലാൻ പറയാം. ഇങ്ങനെ പ്രത്യേക സന്ദർഭങ്ങൾ ഉറക്കെ തന്നെ ചെല്ലാൻ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഭൂരിപക്ഷം ദിക്റുകളും, നമ്മുടെ ജീവിതത്തിൽ നിത്യേന വരുന്ന ദിക്റുകളെല്ലാം അത് നാം പാലിക്കേണ്ടത് ശബ്ദം കുറച്ചുകൊണ്ട്. മാത്രമല്ല പ്രത്യേകം പറഞ്ഞു തളർറുഅൻ വഖീഫത്തൻ, വിനയത്തോടുകൂടി, ഭയത്തോടുകൂടി, വദൂനൽ ജഹ്രി മിനൽ ഖൗൽ, ഖൗൽ ഉച്ചത്തിലാക്കേണ്ടതില്ലാത്ത വിധത്തിൽ എന്ന് പ്രത്യേകം പറഞ്ഞു. അപ്പോൾ ഈ ഒരു ദിക്ർ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക. എന്നിട്ട് പ്രത്യേകം എടുത്തു പറഞ്ഞ രണ്ട് സന്ദർഭങ്ങൾ, ബിൽ ഉദുവ്വി വൽ ആസ്വാൽ, ജീവിതം തുടങ്ങുന്ന സമയം, സൂര്യൻ ഉദിച്ച് സുബഹ് നമസ്കരിച്ച് നമ്മൾ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ആ സമയം നമ്മൾ പ്രത്യേകം ദിക്റിന് വേണ്ടി മാറ്റിവെക്കണം. വിശുദ്ധ ഖുർആൻ ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നു. തഫ്സീറുകളിൽ അത് പ്രത്യേകം എടുത്തു പറഞ്ഞതായും കാണാം. അപ്പോൾ ഖുർആൻ പ്രത്യേകം എടുത്തു പറഞ്ഞ ആ രാവിലത്തെ ദിക്റുകളിൽ നമ്മളുണ്ടോ? ആ സ്വഭാവം നമ്മളിലുണ്ടോ? മാത്രമല്ല വല്ലാസ്വാൽ, വൈകുന്നേരം ജീവിതത്തിന്റെ നിത്യജീവിതത്തിന്റെ അവസ്ഥ കഴിഞ്ഞ് വിശ്രമ ജീവിതത്തിലേക്ക് പോവുകയാണ്. അസർ കഴിയുന്നതോടുകൂടി, മഗ്രിബോടുകൂടി രാത്രി ആരംഭിക്കുകയാണ്. ആ രാത്രിയിലേക്ക് പ്രവേശിക്കും മുമ്പും റബ്ബ് സുബ്ഹാനഹു വ തആലയെ ദിക്ർ ചെല്ലണം. വലാ തകും മിനൽ ഗാഫിലീൻ, നീ അശ്രദ്ധരുടെ കൂട്ടത്തിൽ പെട്ടുപോകരുത്. ദിക്റിൽ നിന്ന് മാറിയാൽ, രാവിലത്തെ ദിക്റില്ല, വൈകുന്നേരത്തെ ദിക്റില്ല, ജീവിതത്തിലെ വ്യത്യസ്ത സന്ദർഭങ്ങളിലെ ദിക്റില്ല എന്ന് വിചാരിക്കുക, എങ്കിൽ നമുക്ക് അശ്രദ്ധ വരും. ആ അശ്രദ്ധ വന്നാൽ പിന്നീട് എന്ത് സംഭവിക്കും എന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല. NH-ലൂടെ നൂറുകണക്കിന് വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറിയ അശ്രദ്ധ, ഒന്ന് മയങ്ങിപ്പോയി, അത്രയേ ഉള്ളൂ. ഒരാള്, നൂറുകണക്കിന് ആളുകൾ ഡ്രൈവ് ചെയ്യുന്ന കൂട്ടത്തിൽ ഒരു വ്യക്തി ഒന്ന് മയങ്ങിപ്പോയി, എന്ത് സംഭവിക്കും? എന്ത് സംഭവിക്കുന്നത് ആർക്കും പറയാൻ പറ്റില്ല. ആ വണ്ടി എവിടെയോ പോയി ഇടിക്കും, ആ വണ്ടി മറ്റൊരു വണ്ടിയെ ഇടിക്കും. ഇത് പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചപ്പോ പിന്നിലുള്ള വാഹനങ്ങൾ, എത്രയോ ആളുകൾക്ക് പരിക്ക്, എത്രയോ വാഹനങ്ങൾ ബ്ലോക്കായി, എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു മയക്കം അത്രമേ ഉള്ളൂ. വമൻ യൗഷ് അൻ ദിക്രി റഹ്മാൻ, ആരെങ്കിലും റഹ്മാനായ റബ്ബിന്റെ ദിക്റിൽ നിന്നും തെന്നി മാറിക്കഴിഞ്ഞാൽ നുഖയ്യിദ് ലഹു ശൈത്താന, അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നീട് അവന് ഒരു ശൈത്താനെ നിശ്ചയിച്ചു കൊടുക്കും. വഹുവ ലഹു ഖരീൻ, പിന്നെ അവന്റെ കൂട്ടുകാരൻ അവനാ. ദിക്റിൽ നിന്ന് ഒരു വ്യക്തി മാറിയാൽ എന്ത് സംഭവിക്കുമെന്ന് ദിക്ർ ചൊല്ലണമെന്ന് പഠിപ്പിച്ച റബ്ബ് പറയാണ്. അള്ളാഹുവിങ്കൽ നിന്നുള്ള ആ ദിക്റിൽ നിന്ന്, സ്മരണയിൽ നിങ്ങൾ മാറിയാൽ അള്ളാഹു നിങ്ങൾക്ക് നുഖയ്യിദ് ലഹു ഒരു ശൈത്താനെ നിശ്ചയിച്ചു തരും. പിന്നെ അവനായിരിക്കും അവന്റെ മിത്രം. പിന്നെ അവനാണ് ഒരു അന്യ സ്ത്രീയുമായി യാത്ര ചെയ്യുന്നു വിചാരിക്കുക. അപ്പൊ പെട്ടെന്ന് ഇബ്ലീസും അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്, പിശാച് മനുഷ്യന്റെ ഹൃദയങ്ങളിൽ വസ്വാസ് ഉണ്ടാക്കും. ആ വസ്വാസിന്റെ അടിസ്ഥാനത്തിൽ ഒന്ന് സ്പർശിച്ചാലോ, അങ്ങനെ പണം കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഇറങ്ങുമ്പോൾ ഒന്ന് സ്പർശിക്കാൻ ശ്രമിച്ചു. ആ സ്പർശിക്കാനുള്ള ശ്രമം ഇബ്ലീസ് അവന്റെ മനസ്സിലേക്ക് ഇടുമ്പോൾ ഷെയ്ത്താൻ ഒരു ശീത്ത ചിന്ത, ഒരു ഇളക്കിവിടൽ നമ്മിലേക്ക് കൊണ്ടുവന്ന് അപ്പോൾ അള്ളാഹുവിനോട് കാവല് തേടണം. അപ്പോൾ ദിക്ർ വരണം. ആ ദിക്ർ വന്ന് പടച്ചോനെ പാടില്ലല്ലോ,
ഇത് മറ്റാരുടെയോ പെങ്ങളാണ്, ഇത് മറ്റാരുടെയോ ഭാര്യയാണ്, ഇത് മറ്റാരുടെയോ മകളാണ്, ഇത് മറ്റാരുടെയോ ഉമ്മയാണ്. ഈ സ്ഥാനത്ത് എൻ്റെ ഉമ്മയെ മറ്റൊരാൾ സ്പർശിച്ചാൽ ഞാൻ വിടുമോ? ഇല്ലല്ലോ. അങ്ങനെ റബ്ബ് സുബ്ഹാനഹു വ തആലയെ എന്തുകൊണ്ട് തിന്മ ചെയ്യരുത് എന്ന ആ ചിന്ത ആ മനുഷ്യനിൽ വരണം. അതെവിടെയേ വരുള്ളൂ? ആ ഹൃദയത്തിലേക്ക് ഇബ്ലീസ് വന്ന് വസ്വാസ് ഉണ്ടാക്കിയപ്പോൾ ആ ഹൃദയത്തെ നിയന്ത്രിക്കുന്ന യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെ, എൻ്റെ ഹൃദയത്തെ നീ ദീനിൽ ഉറപ്പിച്ചു നിർത്തേണമേ എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച കൂടുതൽ പ്രാർത്ഥനകളിൽ ഒന്ന്, റസൂലുള്ള ധാരാളമായി പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോൾ അതിൽ ഒന്ന് ഇതാണ്. ഓരോ ദിവസവും കൂടുതലായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു, എൻ്റെ ഹൃദയത്തെ റബ്ബേ നീ ദീനിൽ ഉറപ്പിച്ചു നിർത്തേണമേ എന്ന്. അങ്ങനെ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ പ്രാർത്ഥന ഓർത്ത് ആ തെറ്റിൽ നിന്ന് അവൻ മോചിതനാവുകയാണ് വേണ്ടത്. അങ്ങനെ ആയില്ല എന്ന് കരുതുക എങ്കിൽ പാലക്കാട് ജില്ലയിൽ വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച ഒരു കാര്യം അതായിരുന്നു. ഒരു ആൾ മറ്റൊരു സ്ത്രീയെ ഡ്രൈവ് ചെയ്ത് ലക്ഷ്യസ്ഥാനത്തെത്തിക്കുന്നു എന്ന് സ്പർശിക്കാൻ തോന്നുന്നു. അങ്ങനെ തോന്നിയപ്പോൾ പെട്ടെന്ന് ആ സഹോദരി ബഹളം വെക്കുന്നു. ബഹളം വെച്ചാൽ പിന്നീട് എന്ത് ചെയ്യണമെന്ന് നുഖയ്യിദു ലഹു ശൈത്താന പിന്നെ പറഞ്ഞു കൊടുക്കുക. ദിക്ർ തെറ്റി, അള്ളാന്റെ ദിക്ർ തെറ്റി, സ്പർശിക്കാൻ പാടില്ലാത്ത സ്ഥലത്ത് സ്പർശിച്ചു. അപ്പൊ ഇബ്ലീസ് പറഞ്ഞു ഒരു കാര്യം ചെയ്തോ, നീ അവളെ വായു പൊത്തിപ്പിടിച്ചു. വായു പൊത്തിപ്പിടിച്ചവനെ പേടിയായി, ഇതാരോടെങ്കിലും പറയല്ലോ. അങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുപോയി തുണിയെടുത്ത് വായിൽ അമർത്തി വെച്ചു. കുട്ടി മരണപ്പെട്ടു പോയി. ഇനി എന്താ ചെയ്യേണ്ടത്? ഇബ്ലീസ് പറഞ്ഞു കൊടുത്തു, നേരെ ഓട്ടോറിക്ഷ കയറ്റിക്കോ. അങ്ങനെ ദൂര സ്ഥലത്ത് തള്ളി. അങ്ങനെ കയ്യോടെ ആളെ പിടിക്കുകയും ചെയ്തു. ചെറിയൊരു ദിക്ർ തെറ്റിട്ടേ ഉള്ളൂ. വ്യഭിചരിച്ചോ? ഇല്ല. കൊലപാതകം നടത്തിയോ? ഇല്ല. ഒന്നുമില്ല. തെറ്റി, ദിക്ർ അങ്ങോട്ട് തെറ്റി. അല്ലാഹു സുബ്ഹാനഹു വ തആല കാണുന്നു, അല്ലാഹു അറിയുന്നു, റബ്ബ് കേൾക്കുന്നു. അങ്ങനെ റബ്ബിനെ കുറിച്ചുള്ള ആ ദിക്ർ തെറ്റിയപ്പോ ഒരു തിന്മ അവിടെ സംഭവിച്ചു. അങ്ങനെ ഒരു തിന്മ സംഭവിച്ചാൽ നുഖയ്യിദു ലഹു ശൈത്താന, ആ വ്യക്തിക്ക് നാം ഒരു ശൈത്താൻ അങ്ങോട്ട് നിശ്ചയിച്ചു കൊടുക്കും. പിന്നെ അവനായിരിക്കും അവന്റെ കരീൻ. പിന്നെ അവന് നയിച്ചു കൊണ്ടുപോകും. എല്ലാ കാര്യവും ഒക്കെ ഞാൻ റെഡിയാക്കി തരാം, ഞാൻ പറയുമ്പോൾ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് അവനെ കുണ്ടിൽ കൊണ്ടുപോയി ചാടിക്കും. പലിശയായിട്ട് ബന്ധപ്പെടണ്ടേ? അങ്ങനെ ബന്ധപ്പെടാൻ അങ്ങോട്ട് തീരുമാനിച്ചു. പിന്നെ ശൈത്താനായി. അത് പ്രശ്നമൊന്നുമില്ല. എല്ലാവരും പലിശയായിട്ട് ബന്ധപ്പെടാത്ത ആരാ അവിടെ ഉള്ളത്? അതൊക്കെ അത് നടക്കുന്ന കാര്യമല്ല. ഇത് ലോൺ എടുത്തോന്ന് പറഞ്ഞു. ലോൺ എടുത്തു. അവസാനം ജപ്തി നോട്ടീസ് വന്നപ്പോ പിന്നെ ഇബ്ലീസിന് കാണാനുണ്ടോ? ഓരോരുത്തർ ചെന്ന് പെടുന്ന കുഴികൾ, ആഴമുള്ള കുഴികൾ, ആ കുഴികളിലേക്ക് ഇബ്ലീസ് എത്തിക്കുന്ന ഉദാഹരണങ്ങൾ മാത്രമാണ് സഹോദരന്മാരെ ഇത്. നുഖയ്യിദു ലഹു ശൈത്താന, ദിക്ർ തെറ്റിയാൽ റബ്ബ് സുബ്ഹാനഹു വ തആല ആ വ്യക്തിക്ക് ഒരു ശൈത്താനെ നിശ്ചയിച്ചു കൊടുക്കും എന്നാണ്. അതുകൊണ്ട് ദിക്ർ എന്നത് ചെറിയ കാര്യമല്ല. നമ്മൾ നമസ്കരിച്ചതിന് ശേഷം ചെല്ലുന്ന സുബ്ഹാനല്ലാഹും അൽഹംദുലില്ലയും അല്ലാഹു അക്ബർ മാത്രമല്ല ദിക്ർ, അത് വളരെ പ്രധാനപ്പെട്ട ദിക്ർ തന്നെയാണ്. കടലിൽ നിന്നൊരകളോളം പാപങ്ങൾ ഉണ്ടെങ്കിലും പൊറുക്കാൻ മാത്രം പവറുള്ള ദിക്റാണത്, സംശയമില്ല. പക്ഷേ ആ സ്ഥലങ്ങളിൽ നിശ്ചയിക്കപ്പെട്ട ദിക്ർ ആണ് ദിക്റുല്ലാ എന്ന് പറയുമ്പോൾ അത് മാത്രമാണ് എന്ന് നാം ധരിച്ചു പോകരുത്. അതുകൊണ്ട് ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും വിശുദ്ധ ഖുർആനെ കുറിച്ച് അല്ലാഹു എന്താ പറഞ്ഞത്? ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. നാമാണ് ഈ ദിക്റിനെ, ഈ ഉത്ബോധനത്തെ നാമാണ് ഇറക്കിയത്, നാം തന്നെ അതിനെ സംരക്ഷിക്കുകയും ചെയ്യും. നമുക്കുള്ള ഏറ്റവും വലിയ സമ്മാനം അത് വിശുദ്ധ ഖുർആനാണ്. ഏറ്റവും വലിയ ദിക്ർ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കാൻ, ഹുദ, അള്ളാഹു കാണിച്ചെന്ന സന്മാർഗം, ആ സന്മാർഗത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ആ വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു, അത്തിയുല്ലാഹ വ അത്തിയുർ റസൂൽ, നിങ്ങൾ അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും അനുസരിക്കണം. മാത്രമല്ല ഫൈൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, നിങ്ങൾക്കിടയിൽ വല്ല കാര്യത്തിലും അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ നിങ്ങൾ അള്ളാഹുവിലേക്കും അവന്റെ പ്രവാചകനിലേക്കും മടക്കണം. അപ്പോൾ വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു അതിന്റെ വിശദീകരണമായി, ആർക്കാണോ അള്ളാഹു ഖുർആൻ നൽകിയത് ആ റബ്ബ് നൽകിയ വഹി അനുസരിച്ച് അതിന്റെ വിശദീകരണം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളിലൂടെ, പ്രവർത്തനങ്ങളിലൂടെ, അനുവാദങ്ങളിലൂടെ പഠിപ്പിക്കുക. അതാണ് വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയും.
ആ ദിക്ർ നമുക്ക് ഒരു ആധാരമുണ്ട്, ഒരു അടിയാധാരമുണ്ട്. ഏത് വിഷയത്തിലും ഒരു മുസ്ലിം നോക്കേണ്ടത് ഈ വിഷയത്തിൽ റബ്ബെനിക്ക് നൽകിയ വിശുദ്ധ ഖുർആനിൽ എന്താണ് പറഞ്ഞത്, അതിന്റെ വിശദീകരണമായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽ ഈ വിഷയത്തിൽ എന്താണ് പറഞ്ഞത്. മകളുടെ വിവാഹം വരുന്നു, ഒരു പുതിയ വീടെടുക്കണം, ഒരു പുതിയ കാർ എടുക്കണം, ഒരു പുതിയ ബിസിനസ് തുടങ്ങണം. ബുദ്ധിയുള്ളവൻ ചിന്തിക്കും, ഞാൻ തുടങ്ങാൻ പോകുന്ന ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്താണ് എൻ്റെ റബ്ബ് എന്നെ പഠിപ്പിച്ചത്, ആ വിഷയത്തിൽ എന്താണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ പഠിപ്പിച്ചത്. ആ ഒരു അജണ്ട വന്നോ കച്ചവടം വിജയിക്കും. ഇനി കച്ചവടം നഷ്ടത്തിലെത്തിയാലും ആത്യന്തികമായി പരലോകത്തത് വിജയമായിരിക്കും. അതുകൊണ്ട് ഏതൊരു വിഷയത്തിലേക്ക് ഞാനും നിങ്ങളും ഇടപെടുമ്പോഴും, മകളുടെ വിവാഹമാണെങ്കിൽ ആ വിവാഹ ദിവസം അവിടെ വിവാഹത്തിന്റെ പവിത്രതയെ കളഞ്ഞു കുളിക്കുന്ന ആറാട്ടുണ്ടാകരുത്. സലാം പറഞ്ഞ് വീട്ടിലേക്ക് വരുന്ന അവസ്ഥ തകർന്നു പോകരുത്. മാന്യന്മാരായ ആളുകൾ മാറി നിന്ന് എന്ത് ചെയ്യാൻ എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകരുത്. എൻ്റെ വീട് ഒരിക്കലും ഒരു സെക്കൻഡ് പോലും തെമ്മാടികളുടെ കേന്ദ്രമാകരുത്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യാൻ വേണ്ടി ആളുകൾ വരുന്ന സദസ്സാണ് നിക്കാഹിന്റെ സദസ്സ്. ബാറക്കല്ലാഹു ലക്കുമാ വബാറക അലൈക്കുമാ വജമഅ ബൈനക്കുമാ ഫീ ഖൈർ. ഇത് പറയാനാ നമ്മൾ ആൾക്കാരെ വിളിച്ചു വരുത്തിയത്. എന്ത് ബർക്കത്ത്, ബർക്കത്ത് മുഴുവൻ കളഞ്ഞു വിളിച്ചിരിക്കുന്നു. കുറെ മനുഷ്യന്മാര് നിസ്കാരം ഉപേക്ഷിച്ച് നിൽക്കുകയാണ്. പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ മുഖത്തൊക്കെ എന്തൊക്കെയോ വാരിത്തേച്ച് അവിടെ ഞാൻ ഒതെടുത്ത് അതൊക്കെ ഒരിച്ചു പോകും. അതുകൊണ്ട് നിസ്കാരമൊക്കെ ഒഴിവാക്കി കുത്തിരിക്കുകയാണ്. ഈ അവസ്ഥ എൻ്റെ വീട്ടിലുണ്ടാകരുതെന്ന് തീരുമാനിക്കാൻ ഒരു ഉപ്പാക്ക് കഴിയില്ലേ? ഒരു വരന് കഴിയില്ലേ? ഒരു വധുവിന് കഴിയില്ലേ? എനിക്കിത് ഇഷ്ടല്ല. എൻ്റെ വിവാഹം എന്നെ കാണാൻ വന്നപ്പോ ഞാൻ ആരെയാണോ വിവാഹം കഴിക്കാൻ പോകുന്നത് ആ പുരുഷൻ എൻ്റെ മുഖത്ത് കൃത്രിമ സൗന്ദര്യം ഉണ്ടാക്കിയത് കണ്ടിട്ടില്ല. ഞാൻ പുട്ടിയിട്ടതല്ല കണ്ടത്, എൻ്റെ യഥാർത്ഥ മുഖം കണ്ടു, ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് എനിക്ക് ഇന്ന് നമസ്കരിക്കാൻ പറ്റാത്ത ഒന്ന് എൻ്റെ മുഖത്ത് വാരിത്തേക്കേണ്ടതില്ല എന്നൊരു പെൺകുട്ടിക്ക് തീരുമാനിച്ചുകൂടെ? ആ പെൺകുട്ടിയുടെ ഉമ്മാക്കും ഉപ്പാക്കും തീരുമാനിച്ചുകൂടെ? നമ്മുടെ കുടുംബത്തിലുള്ള സ്വാധീനം വെച്ച്, നമ്മുടെ കാരണവർ സ്ഥാനം വെച്ച്, നമ്മുടെ ഉപ്പയുടെ സ്ഥാനം വെച്ച് ആ ദിക്റുല്ലാഹ് റബ്ബ് സുബ്ഹാനഹു വ തആലയെ ഓർക്കുന്ന ഒരവസ്ഥയിലേക്ക് ആ സദസ്സിനെ മാറ്റാൻ എനിക്കും നിങ്ങൾ നാട് മുഴുവൻ നന്നാക്കേണ്ട സ്വന്തം കുടുംബം, സ്വന്തം മകളുടെ കല്യാണം, സ്വന്തത്തിന്റെ കല്യാണം നമുക്ക് ചെയ്തുകൂടെ? ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. ഇങ്ങനെ ജീവിതത്തിന്റെ സകല നിഖില മേഖലകളിലും ചൂഴ്ന്നു നിൽക്കുന്നതാണ് ദിക്റുല്ലാഹ്. അപ്പൊ ഒരു വിവാഹം വരുമ്പോൾ ആ വിഷയത്തിൽ ഖുർആൻ എന്ത് പറഞ്ഞു, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ എന്ത് പറഞ്ഞു? നമ്മുടെ വീട്ടിൽ ഒരു ചടങ്ങ് വരുന്നു, ഒരു കുട്ടി ജനിച്ചു, അവിടെയുമുണ്ട് ഖുർആനും ഹദീസും. ഒരു കുട്ടി ജനിച്ചാൽ എന്ത് ചെയ്യണം? ഗ്രന്ഥങ്ങളുണ്ട് സഹോദരങ്ങളെ, ഗ്രന്ഥങ്ങളുണ്ട്. കുട്ടി ജനിച്ചാൽ അതിന്റെ വിവർത്തനം മലയാളത്തിൽ കിട്ടും. ഒരു കുട്ടി ജനിച്ചാൽ നമ്മൾ എവിടെ യൂട്യൂബ് നോക്കിയിട്ടും നാട് നോക്കിയിട്ടും ഫേസ്ബുക്ക് നോക്കിയിട്ടുമല്ല. ഒരു കുട്ടി ജനിച്ചാൽ ചെയ്യേണ്ട കാര്യം, ആ കുട്ടി ജനിച്ചാൽ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും 7-ാം ദിവസം പേരിടണമെന്നും അഖീഖ അറുക്കണമെന്നും ആ കുട്ടിയുടെ മുടിയുടെ ആ ഭാരത്തിന് സമാനമായ സ്വർണമോ വെള്ളിയോ ദാനം ചെയ്യാമെന്നും ഇങ്ങനെ ഓരോ കാര്യങ്ങളും വളരെ വ്യക്തമായി വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. ആ കുട്ടിക്ക് 2 മാസം 2 വർഷമാണ് മുലപ്പാല് കൊടുക്കേണ്ടത്. ആധുനിക ശാസ്ത്രമെത്തി എല്ലാവരോടും ക്ലാസ് എടുക്കുന്നു. WHO പറയുന്നു 2 വർഷം മുലപ്പാല് കൊടുക്കണം. നോക്കൂ, 2 വർഷം മുലപ്പാല് കൊടുക്കണം. അത് നമ്മൾ ഇപ്പൊ അവിടെ എത്തിയിട്ടേ ഉള്ളൂ. എന്നാൽ നിരക്ഷരനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുനാവിലൂടെ 1500ഓളം വർഷങ്ങൾക്ക് മുമ്പ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഫിസാലുഹു ഫീ ആമൈൻ. 2 വർഷമാണ് ഒരു കുട്ടിക്ക് മുലപ്പാല് കൊടുക്കുക ശരാശരി പ്രായം സമയം അതാകുന്നു ഇത്. അപ്പോൾ ഒരു കുട്ടി ജനിച്ചാൽ എന്ത് ചെയ്യും? നമ്മളൊരു പുതിയ വാഹനം എടുക്കുന്നു, നമ്മളൊരു പുതിയ ഡ്രസ്സ് എടുക്കുന്നു. ആ പുതിയ ഡ്രസ്സ് ധരിക്കുമ്പോൾ പ്രാർത്ഥനയുണ്ട് സഹോദരങ്ങളെ. നമ്മളിൽ എത്ര പേർ പലപ്പോഴും പുതിയ ഡ്രസ്സ് ധരിക്കാറുണ്ട്? നമുക്ക് എത്ര പേർക്കറിയാം? ഒരു പുതിയ ഷർട്ട് ധരിക്കുമ്പോൾ, ഒരു പുതിയ പർദ്ദ ധരിക്കുമ്പോൾ ചെല്ലേണ്ട പ്രാർത്ഥന. എത്ര പേർ പുതിയ കാർ എടുത്തു, ആ കാറിന്റെ തലയിൽ ആ കാറിൽ കൈവച്ചുകൊണ്ട് പറയേണ്ട പ്രാർത്ഥന നമുക്ക് എത്ര പേർക്കറിയാം? നമ്മളിൽ എത്ര പേർ വിവാഹം കഴിച്ചു, ആ വിവാഹിതയായ ആ പെണ്ണുമായി ആദ്യ ദിവസം നമ്മൾ കഴിച്ചു കൂട്ടുമ്പോ ആ സഹോദരിയുടെ ആ ഭാര്യയുടെ തലയിൽ കൈവച്ചുകൊണ്ട് അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹാ വഖൈറ മാ ജബൽതഹാ അലൈഹി വഅഊദു ബിക മിൻ ശർരിഹാ വശർരി മാ ജബൽതഹാ അലൈഹി. വിവാഹം കഴിച്ച ഈ ഖുതുബക്ക് പങ്കെടുക്കുന്നവരെ നമ്മളിൽ എത്ര പേർ ആ ദിക്ർ ചൊല്ലിയിരുന്നു?
അത് കഴിഞ്ഞു, ഇനി ചാൻസ് ഇല്ല, കഴിഞ്ഞു, ഒന്നാം ദിവസം കഴിഞ്ഞു പോയി. അപ്പോൾ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും നമ്മളൊക്കെ ഇന്ന് വീട്ടിൽ നിന്നാണ് ഇറങ്ങി വന്നത്. വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോ എല്ലാം പടച്ചവനെ ഏൽപ്പിച്ച് സുരക്ഷിതമായി ഒരു വിശ്വാസിക്ക് പോരാം. ബിസ്മില്ലാ, അള്ളാഹുവിന്റെ പേരിൽ, തവക്കൽതു അലല്ലാഹ്, ഞാൻ അള്ളാഹുവിൽ തവക്കുലാക്കിയിരിക്കുന്നു, വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അള്ളാഹുവിങ്കിൽ നിന്നല്ലാതെ ഒരു കഴിവും ഒരു ശക്തിയുമില്ല. നമ്മുടെ ഭാര്യയുണ്ടവിടെ, നമ്മുടെ മക്കളുണ്ടവിടെ, പേരമക്കളുണ്ടവിടെ. പടച്ചോനെ, നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. അവിടേക്ക് ഇഴജന്തുക്കൾ കയറുമോ എനിക്കറിയില്ല, ആരെങ്കിലും വന്ന് അവർ ആക്രമിക്കോ എനിക്കറിയില്ല, അവർക്ക് വല്ല അസുഖങ്ങളും വരുമോ അറിയില്ല. പക്ഷേ ബിസ്മില്ലാ, അള്ളാഹുവിന്റെ എന്തൊരു സുരക്ഷിതത്വമാണ്. തവക്കൽതു അലല്ലാഹ്, അള്ളാഹുവേ ഞാൻ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, നിന്നിൽ നിന്നല്ലാതെ ഒരു ശക്തിയും ഒരു കഴിവുമില്ല. അത് നമുക്ക് തരുന്ന ഒരു ഊർജമുണ്ട്. ധൈര്യമായി നമുക്ക് ഗൾഫിലേക്ക് പോകാം, ധൈര്യമായി നമുക്ക് ദൂരെ യാത്ര പോകാം, ധൈര്യമായി നമുക്ക് നമ്മുടെ കടയിലേക്ക് പോകാം, നമ്മുടെ ജോലി സ്ഥലത്തേക്ക് പോകാം. റബ്ബിനെ ഏൽപ്പിച്ചിരിക്കുന്നു. റസൂലുള്ളാഹി പറഞ്ഞു, ഇതെങ്ങാനും ഒരു വ്യക്തി പറഞ്ഞാൽ അവന്റെ കാര്യത്തിൽ പിശാച് നിരാശനായി. പിശാച് നിരാശനായി വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഓടിക്കയറല്ല, ദിക്റുണ്ട് അവിടെ, ചെറിയൊരു ദിക്ർ, ബിസ്മില്ലാ, കഴിഞ്ഞു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പോലുമില്ല. ബിസ്മില്ലാ, അള്ളാഹുവേ നിന്റെ നാമത്തിൽ, ഞാൻ നിന്റേതാണ്, ഞാൻ കയറുന്ന വീട് നിന്റേതാണ്, ഈ ഭൂമി നിന്റേതാണ്, അതുകൊണ്ട് ബിസ്മില്ലാ, കഴിഞ്ഞു. പിശാച് നിരാശനാകും. അതോടുകൂടി തീർന്നില്ല. ആ വീട്ടിൽ കോലായിൽ ഉപ്പയുണ്ട്, ഉമ്മയുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, അവർക്കൊക്കെ ഒരു സമ്മാനം, അസ്സലാമു അലൈക്കും, നിങ്ങൾക്ക് പടച്ചോന്റെ രക്ഷയും സമാധാനവും ഉണ്ടാകുമാറാകട്ടെ എന്ന് സലാം പറഞ്ഞുകൊണ്ടാണ് വീട്ടിലേക്ക് കയറേണ്ടത്. സൂറത്തുൻ നൂർ ആ കാര്യം പഠിപ്പിക്കുന്നു. അപ്പോൾ തിരിച്ചു പറയുന്നു, വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി എന്ന് തിരിച്ച് വീട്ടിലുള്ളവർ നമുക്ക് വേണ്ടി. അങ്ങനെയാണ് ഒരു വീട്ടിലേക്കുള്ള പ്രവേശനം നടക്കേണ്ടത്. മാത്രമല്ല, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു ബിസ്മി കൂടി ചൊല്ലിയാൽ പിശാച് പറയും, നമുക്കിവിടെ പാർപ്പിടവുമില്ല, ഭക്ഷണവും ഇല്ല. കാരണം പാർപ്പിട സ്ഥലത്തേക്ക് കയറുമ്പോൾ ദിക്ർ ചൊല്ലി, ഭക്ഷണം കഴിക്കുമ്പോൾ വീണ്ടും പടച്ചവനെ ഓർത്തു, അതോടുകൂടി ഇബ്ലീസ് നിരാശനാകും. മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഇത്തരം കാര്യങ്ങൾ ഒരു വാഹനത്തിലേക്ക്, മിക്കവാറും നമ്മളിൽ പലരും ഇന്ന് ഈ പള്ളിയിലെത്താൻ സ്വന്തം വാഹനമോ മറ്റൊരു വാഹനമോ ഉപയോഗിക്കാത്തവർ കുറവായിരിക്കും. ആ വാഹനത്തിലേക്ക് കയറുമ്പോൾ ബിസ്മില്ലാ, അല്ലാഹു അക്ബർ 3 പ്രാവശ്യം, അൽഹംദുലില്ലാ 3 പ്രാവശ്യം, സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. ഇത് യാത്ര ചെയ്യുന്ന മുഴുവൻ ആളുകളും പഠിച്ചിരിക്കേണ്ട പ്രാർത്ഥനയല്ലേ. അതുകൊണ്ട് ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിലേക്ക് വരേണ്ട ദിക്റുകളെല്ലാം ജീവിതത്തിലേക്ക് വന്നേ പറ്റൂ. എന്നാ ഇതൊക്കെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക? അതിനടുത്ത നോമ്പ് വരെ കാത്തു നിൽക്കണ്ട, അതിനടുത്ത ആഴ്ച വരെ കാത്തു നിൽക്കേണ്ടതില്ല. അത് നമ്മുടെ അത്യാവശ്യമാണ്. വ്യക്തിപരമായി നമ്മുടെ ഓരോരുത്തരുടെയും അത്യാവശ്യമാണ് ദിക്റുല്ലാഹ്. ആ ദിക്റുല്ലാഹയെ കുറിച്ച് കൂടുതൽ ചിന്തിക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരീ സഹോദരന്മാരെ, ദിക്റുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരേണ്ടുന്ന ചില സന്ദർഭങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് നാം സ്വയം തിരുത്താനാണ്. ഒരാഗ്രഹം നമ്മുടെ മനസ്സിലേക്ക് വരാനാണ്, ഇതൊക്കെ എനിക്കൊന്ന് പഠിക്കണമല്ലോ എന്ന്. അങ്ങനെ പഠിക്കാൻ തീരുമാനിച്ചാൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് എളുപ്പമാക്കി തരും. സഫ് ഒന്ന് ശരിയാക്കി, അല്പം ഒഴിവ് കാണുന്നുണ്ട്, ബാക്കിൽ കുറച്ച് ആൾക്കാർ പ്രയാസപ്പെടുന്നുണ്ട്. എല്ലാ സഫും ഒന്ന് പൂർത്തിയാക്കുക. നോക്കൂ, നമ്മൾ അങ്ങാടികളിലേക്ക് പോകുന്നവരാണ്. അങ്ങാടിയിലെത്തിയാൽ നമുക്ക് ദിക്ർ ഓർമ്മ വരണം. വളരെ ചെറിയൊരു ദിക്റാണ്, വളരെ ചെറിയ ദിക്റാണ്. നമ്മളൊക്കെ പലപ്പോഴും ചൊല്ലുന്ന ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് യുഹ്യി വയുമീത് വഹുവ ഹയ്യുൻ ലാ യമൂത് ബിയദിക്കൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുതൽ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ വരെ നമുക്കറിയാം. അതിൽ 3 കാര്യം ചേർത്താൽ അങ്ങാടിയിലെത്തുമ്പോൾ, നമ്മൾ അങ്ങാടിയിലെത്തുമ്പോൾ ഇത് ചൊല്ലിയാൽ
റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വലിയ പ്രതിഫലം കിട്ടും. അങ്ങാടിയിൽ നിന്നുണ്ടാകുന്ന ഷർറുകളിൽ നിന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തുരക്ഷിക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് യുഹീ വയുമീത് വഹുവ ഹയ്യുൻ ലാ യമൂത് ബിയദികൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന ഒരു ഉദാഹരണം. രാത്രി പെട്ടെന്ന് നമ്മൾ ഞെട്ടി എഴുന്നേറ്റു, 2 മണിക്ക് എഴുന്നേറ്റു. ചില ആൾക്കാർ പറയും എടങ്ങേറ്, മനുഷ്യൻ ഉറക്കു മുറിഞ്ഞ്. അങ്ങനെയല്ല, നമ്മളെല്ലാം എഴുന്നേൽപ്പിച്ചത്. അത് റബ്ബിന്റെ ഒരു നടപടിക്രമമാണ്. ഉറക്കം നൽകുന്നത് റബ്ബാണ്, ഉണർത്തുന്നതും റബ്ബാണ്. അപ്പൊ അവിടെ ഒരു അനുഗ്രഹമുണ്ട്. ആ അനുഗ്രഹം എന്താ പറയുക? 4 ദിക്ർ ചെല്ലാനുള്ള സമയമാണ്. അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ് പറയാം. റസൂലുള്ളാഹി പറയാ വേണോ 2 റക്അത്ത് നിസ്കരിക്കുകയും ചെയ്തോ. അതിനപ്പാ ഉണർന്നത്. പിടിച്ച് ആരോടോ ദേഷ്യം പിടിച്ച് പൊതപ്പ് വലിച്ചിട്ട് മനുഷ്യന്റെ ഉറക്കു പോയി. ആരാ ഉണർത്തിയത്? ആരാണോ ഉറക്കിയത് അവൻ തന്നെയാണ് ഉണർത്തിയത്. അതുകൊണ്ട് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പ്രതിഫലം കിട്ടാൻ നൽകിയ സന്ദർഭമാണത്. നമ്മുടെ ഭാര്യയോട്, നമ്മുടെ ഭർത്താവിനോട്, മക്കളോട് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ രാത്രി പെട്ടെന്ന് ഉണർന്നാൽ മോനെ, നീ ഹോസ്റ്റലിലാണെങ്കിലും എവിടെയാണെങ്കിലും നമ്മുടെ മക്കൾക്ക് അതറിയണം. ഇനി ദുസ്വപ്നം കണ്ടു, ദുസ്വപ്നം പൈശാചികമാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അത് മറ്റാരോടും പറയരുത്. എന്നാൽ നല്ല സ്വപ്നങ്ങൾ മറ്റുള്ളവരോട് പറയാം. അങ്ങനെ പറയരുത് എന്നാണ്, എന്നാലും ഞാൻ പറയട്ടെ. അങ്ങനെ ചില ആൾക്കാർ പറയാം, അങ്ങനെ പറയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറയാൻ പാടില്ല. അപ്പൊ ഓർമ്മ വരേണ്ടത്, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയരുത് എന്ന് പറഞ്ഞാൽ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്, അള്ളാന്റെ റസൂലിനെ പ്രവാചകനായിട്ട് അംഗീകരിച്ച ആളാണ്, ഞാനത് പറയില്ല. അങ്ങനെ ദുസ്വപ്നം കണ്ടാൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് പഠിപ്പിച്ചത് ഇടതുഭാഗത്തേക്ക് 3 പ്രാവശ്യം, അടുത്ത പദം ശ്രദ്ധിക്കണം, തുപ്പലില്ലാതെ 3 പ്രാവശ്യം തുപ്പണം. തുപ്പൽ പുറത്തു വരുന്നില്ല, തുപ്പലില്ലാതെ 3 പ്രാവശ്യം ഇടതുഭാഗത്തേക്ക് തുപ്പണം. എന്നിട്ട് ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ശപിക്കപ്പെട്ട പിശാചിൽ നിന്നും അവന്റെ ഉപദ്രവത്തിൽ നിന്നും ഞാൻ അള്ളാഹുവിനോട് കാവൽ തേടുന്നു എന്ന് പറയണം. ഒരു ചോദ്യം, പിശാച് ഉപദ്രവിക്കുമോ? പിശാച് ഉപദ്രവിക്കുമോ? ഒരാൾ പറഞ്ഞു ഉപദ്രവിക്കും. പടച്ചോനെ, പിശാച് ഉപദ്രവിക്കുന്നോ? അന്ധവിശ്വാസം, അന്ധവിശ്വാസം. അന്ധവിശ്വാസമല്ല, വിശ്വാസമാണ്. പിശാച് ഉപദ്രവിക്കില്ലെങ്കിൽ എന്തിനാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പഠിപ്പിച്ചത്? ആ പ്രാർത്ഥന കട്ട് ചെയ്യണോ? വിവരമില്ലായ്മയുടെ അങ്ങേയറ്റത്താ ചില ആളുകൾ ഉള്ളത്. അതുകൊണ്ട് ഖുർആൻ എന്തു പഠിപ്പിച്ചോ, ഹദീസ് എന്തു പഠിപ്പിച്ചോ അതാണ്. പിശാച് മനുഷ്യനെ ഉപദ്രവിക്കും. ഏറ്റവും വലിയ ഉപദ്രവം നാം പറഞ്ഞു, പിശാച് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്, മനുഷ്യ ഹൃദയങ്ങളിൽ അവൻ വസ്വാസ് ഉണ്ടാക്കും. എന്നിട്ട് മനുഷ്യനെ തിന്മകളിലേക്ക് കൊണ്ടുപോകും. വസയ്യന ലഹുമുശ് ശൈത്വാനു അഅമാലഹും, പിശാച് അവരുടെ തിന്മകളെ, പ്രവർത്തനങ്ങളെ ഭംഗിയാക്കി കൊടുക്കും. അതുകൊണ്ട് ആ ശൈത്താനിൽ നിന്ന് ഉറക്കത്തിന്റെ സന്ദർഭത്തിൽ ദുസ്വപ്നം കണ്ടാൽ നമ്മൾ റബ്ബ് സുബ്ഹാനഹു വ തആലയോട് നാം കാവല് തേടും. ഭാര്യ ഭർത്തൃ ബന്ധം നോക്കൂ, വ്യഭിചാരം പാടില്ല, സ്വവർഗരതി പാടില്ല. എന്നാൽ വിവാഹ പ്രായമെത്തിയാൽ വിവാഹം കഴിക്കണം. വഅൻകിഹുൽ ഹയാമ മിൻകും എന്ന ആയത്തിലൂടെ ഒരു പ്രായപൂർത്തിയായ ആൺകുട്ടിയുടെ, പെൺകുട്ടിയുടെ വിവാഹം മാതാപിതാക്കളെ മാത്രമല്ല ഇസ്ലാം ഏൽപ്പിച്ചത്, സമൂഹത്തിന്റെ ബാധ്യതയാണ്. മഹല്ലിന്റെ, കുടുംബത്തിന്റെ, തറവാടിന്റെ ബാധ്യതയാണ്. വിവാഹപ്രായമെത്തിയാൽ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അവരെ വിവാഹത്തിലേക്ക് എത്തിക്കുക. എന്നാൽ വിവാഹം വൈകിപ്പിക്കൽ ഒരു ഫാഷനായി ഇന്ന് വരുന്നു. പ്രത്യേകിച്ച് പെൺകുട്ടികൾ വിവാഹം കഴിക്കാതിരിക്കുക, വിവാഹം ദൈർഘ്യമായി നീട്ടിക്കൊണ്ടു പോവുക പാടില്ലാത്തതാണ്. എത്രയും പെട്ടെന്ന് വിവാഹം കഴിക്കുകയാണ് വേണ്ടത്. ആർക്ക്? പരലോകമുണ്ടെന്ന് ഉറപ്പുള്ളവർക്ക്, മരണമുണ്ടെന്നും ആ മരണത്തിന് ശേഷം ഖബർ ജീവിതമുണ്ടെന്നും വിചാരണയുണ്ടെന്നും നരകവും സ്വർഗവും ഉണ്ടെന്നും ഉറപ്പുള്ള ആളുകൾക്ക് അവരുടെ ചിന്ത എത്രയും പെട്ടെന്ന് എനിക്ക് മോനുണ്ടാകണം, മോളുണ്ടാകണം. കാരണം പരലോക വിശ്വാസമുണ്ടോ എങ്കിൽ ഈ പെൺകുട്ടി മരിച്ച് ഖബറിലേക്ക് പോകുമ്പോ ദുആ ചെയ്യാൻ ആരുണ്ട്? ദുആ ചെയ്യാൻ ആരുണ്ട്? അതുകൊണ്ട് ദുആ ചെയ്യാൻ എനിക്ക് മോളെ കിട്ടണം, എനിക്ക് മോനെ കിട്ടണം. അത് ഏറ്റവും വലദുൻ സ്വാലിഹുൻ യദഉ ലഹു, തനിക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കൾ. ഈ ചിന്തയുണ്ടാകുമ്പോൾ നോക്കൂ, ജപ്പാനിൽ, ഇപ്പോൾ അടുത്ത് റഷ്യയിൽ കേട്ടു, പ്രായപൂർത്തിയായി പ്രസവിച്ചാൽ സമ്മാനം. കാരണം കുട്ടികളില്ല രാജ്യത്ത്.
മാൻ പവർ പ്രശ്നമായിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് പ്രായപൂർത്തിയായാൽ നിങ്ങൾക്ക് പ്രസവിക്കാം. ഇസ്ലാം പറയുന്നു അങ്ങനെ അങ്ങോട്ട് പ്രസവിക്കണ്ട, നിയമവിധേയമായി പ്രസവിച്ചാൽ മതി. വിവാഹപ്രായമെത്തിയാൽ അവർക്ക് വിവാഹത്തിൽ ഏർപ്പെടാം. മാന്യമായ ആളുകളുടെ മുമ്പിൽ കരാറാകുന്ന നിക്കാഹിൽ ഏർപ്പെട്ടിട്ട് കല്യാണം കഴിക്കാം. വലാ തഖ്തുലു ഔലാദകും ഖശ്യത ഇംലാഖ്, നിങ്ങൾ ദാരിദ്ര്യ ഭയം കൊണ്ട് കുട്ടികളെ കൊന്നുകളയരുത്. എന്റെ ശബ്ദം ശ്രവിക്കുന്നവരെ ഞാൻ ചോദിക്കട്ടെ, പ്രത്യേകിച്ച് പ്രായമുള്ളവരോട്, 50 കൊല്ലം മുമ്പുള്ള പട്ടിണി ഇപ്പോഴുണ്ടോ? 50 കൊല്ലം മുമ്പുള്ള പട്ടിണി ഇപ്പോഴുണ്ടോ? എല്ലാവരും പറയും ഇല്ല. 50 കൊല്ലം മുമ്പുള്ള ജനസംഖ്യ എത്ര, ഇപ്പോഴുള്ള ജനസംഖ്യ എത്ര? ജനസംഖ്യ കോടികൾ കൂടിയപ്പോൾ ദാരിദ്ര്യം കുറഞ്ഞു. അപ്പോൾ ആര് പറഞ്ഞു ആളുകൂടിയാൽ പട്ടിണി കൂടുമെന്ന്? അറിയുക, റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു കുഞ്ഞിനെ സൃഷ്ടിക്കുമ്പോ ആ കുഞ്ഞിന് ഭക്ഷണം കഴിക്കാനുള്ള ഒരു വായ മാത്രമല്ല, അധ്വാനിക്കാനുള്ള 2 കരങ്ങൾ കൂടി നൽകുന്നുണ്ട്. നഹ്നു നർസുഖുക്കും, നാമാണ് നിങ്ങൾക്ക് റിസ്ക് നൽകുന്നത്. വയ്യ അവർക്കും നിങ്ങൾ ഈ വരാൻ പോകുന്ന കുട്ടികളെ ഭക്ഷണം നിങ്ങളുടെ കയ്യിലല്ല, നിങ്ങൾക്ക് അവർക്കൊക്കെ റിസ്ക് തരുന്നത് പടച്ചോനാണ്. നോക്കൂ, ഇന്ന് ലോകം മാൽത്തൂസിയൻ സിദ്ധാന്തം വലിച്ചെറിഞ്ഞ് തിരിച്ചു വന്നു. ചൈന പ്രഖ്യാപിച്ചു മതി, സന്താന നിയന്ത്രണം മതി, സമ്മാനം കൊടുക്കുന്നു. ജപ്പാൻ സമ്മാനം കൊടുക്കുന്നു. നമ്മുടെ തൊട്ടടുത്ത് പോലീസ് മൈതാനിയിൽ നമ്മൾ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി അധ്യാപകരുടെ മീറ്റിംഗിൽ സംസാരിച്ചു. നമ്മൾ തിരിച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കുട്ടികളില്ല സ്കൂളുകളിൽ, അതുകൊണ്ട് നമ്മുടെ ചില കാര്യങ്ങളൊക്കെ മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതുപോലും പലരും അതുകൊണ്ട് സന്താനങ്ങൾ ഉണ്ടാകണം. അതാണ് ആർക്ക് വേണ്ടിയാ നമ്മൾ ഈ അധ്വാനിക്കുന്നത്? ആർക്ക് വേണ്ടിയാ? ഏറ്റവും വലിയ സമ്പത്ത് നമ്മുടെ മക്കളല്ലേ. അള്ളാഹു നമുക്ക് സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മക്കൾ വേണം. അപ്പൊ ഞാൻ പറയുന്നത്, ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഏർപ്പെടുമ്പോ ആ വരാൻ പോകുന്ന റബ്ബ് കുട്ടിയെ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു പൈശാചികമായ അവസ്ഥ കുട്ടിയിലില്ലാതിരിക്കാനുള്ള പ്രാർത്ഥന. ഭാര്യാഭർത്തൃ ബന്ധത്തിന്റെ സന്ദർഭത്തിൽ ഒരു യാത്രക്കൊരുങ്ങുമ്പോ ആ യാത്ര ചെയ്യുന്ന വ്യക്തി പ്രാർത്ഥിക്കേണ്ടത്, യാത്ര അയക്കുന്ന വ്യക്തി യാത്ര പോകുന്ന വ്യക്തിയോട് പറയേണ്ടത്, അപ്പോൾ ആ വ്യക്തി തിരിച്ചു പറയേണ്ടത്, ദീർഘയാത്ര കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുമ്പോൾ നേരെ വീട്ടിലേക്കല്ല പോകേണ്ടത്, മറിച്ച് ഏറ്റവും അടുത്തുള്ള പള്ളിയുടെ അടുത്ത് നിന്റെ ടാക്സി വാഹനം നിർത്തണം. എന്നിട്ട് അവിടെ ഇറങ്ങി 2 റക്അത്ത് നിസ്കരിക്കണം. എന്നിട്ട് ആ വീട്ടിലെ അല്ലാഹുവിന്റെ ഭവനത്തിൽ സുജൂദ് ചെയ്ത ശേഷം പടച്ചോൻ നൽകിയ ഈ ദുനിയാവിലെ വീട്ടിലേക്ക് പോകണം. എത്ര പേർക്കറിയാം? ഫർളല്ല, വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ്. അതുകൊണ്ട് സഹോദരി സഹോദരന്മാരെ, നമ്മൾ ദീൻ പഠിക്കാനുണ്ട്. എന്തൊക്കെയോ പഠിച്ചു. ചില ആളുകളെ വിചാരം, ഞാൻ മദ്രസയിൽ 5ാം ക്ലാസ് പാസ്സായി, ദീനൊക്കെ കിട്ടിക്കഴിഞ്ഞു, ഞാൻ 8ാം ക്ലാസ് പാസ്സായി. ദീനിന്റെ ഒരു അരികത്തുകൂടി പോവുക പോലും ചെയ്യാൻ ആ പ്രായത്തിൽ ആ ഏതാനും മണിക്കൂർ കൊണ്ട് സാധ്യമല്ല സഹോദരങ്ങളെ. അതുകൊണ്ട് ദീൻ പഠിക്കാൻ അല്ലാഹുമ്മ അഹ്യിനി അലൽ കിതാബി വസ്സുന്ന വഅമിത്നി മഅൽ ഈമാനി വത്തൗബ, അല്ലാഹുവേ ഖുർആനും സുന്നത്തും അനുസരിച്ച് നീ എന്നെ ജീവിപ്പിക്കണമേ, ഒരു പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ ഖുർആൻ പഠിക്കാൻ, ഹദീസ് പഠിക്കാൻ നമ്മൾ തയ്യാറാകണം. നിങ്ങളുടെ ഫോൺ എടുത്ത് ജമീൽ ആപ്പ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യൂ. ജമീൽ ആപ്പ് നമ്മുടെ പ്ലേ സ്റ്റോറിൽ പോയി ജമീൽ ആപ്പ് എടുത്താൽ അതോടുകൂടി നമുക്ക് ആവശ്യമായ എല്ലാ മിക്കവാറും കാര്യങ്ങൾ, രാവിലത്തെ ദിക്റുകൾ, വൈകുന്നേരത്തെ ദിക്റുകൾ, മയ്യത്ത് നമസ്കാരം, അതേപോലെ തന്നെ ഉംറ ചെയ്യുമ്പോൾ, ഹജ്ജ് ചെയ്യുമ്പോൾ ജീവിതത്തിൽ ആവശ്യമായ മിക്ക കാര്യങ്ങളും വിശുദ്ധ ഖുർആനിന്റെയും പ്രവാചക ചര്യയുടെയും അടിസ്ഥാനത്തിൽ പരിശ്രമിച്ച് തങ്ങളുടെ പ്രൊഫഷണൽ ജീവിതം റബ്ബിന് വേണ്ടി സമർപ്പിച്ച്, എന്നെയും നിങ്ങളെപ്പോലെയുള്ള കുട്ടികൾ ദീനിന് വേണ്ടി സമർപ്പിച്ചപ്പോൾ നമുക്ക് കിട്ടിയ സമ്മാനമാണ് ജമീൽ ആപ്പ്. നമുക്ക് കിട്ടിയ സമ്മാനമാണ് പീസ് റേഡിയോ. 24 മണിക്കൂറും സംഗീതമില്ലാതെ, മ്യൂസിക് ഇല്ലാതെ ഒരു റേഡിയോക്ക് വിജയിക്കാൻ കഴിയുമെന്ന് മലയാളി കേരളം തെളിയിച്ചു. അള്ളാഹു നിലനിർത്തുമാറാകട്ടെ. അതുകൊണ്ട് ദീൻ പഠിക്കാൻ നമുക്ക് പീസ് റേഡിയോ ഉപയോഗിക്കാം. അതൊക്കെ ചെറിയ ചെറിയ സംവിധാനങ്ങൾ. പക്ഷെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ നാട്ടിലെ ഈ പള്ളിയിലാണെങ്കിൽ, ഇതിന്റെ പരിസരത്താണെങ്കിൽ, മുഴുവൻ ചൊവ്വാഴ്ചകളിലും മഗ്രിബ് മുതൽ ഇശ വരെ ഒരു അധ്യാപകന്റെ ദീൻ പഠിച്ച, സർട്ടിഫിക്കറ്റ് നേടിയ, ദീനിൽ അവഗാഹം നേടിയ ഒരു പണ്ഡിതന്റെ നേതൃത്വത്തിൽ കുടുംബസമേതം ഈ ടൗണിലുള്ള ആളുകൾ ഇവിടുന്ന് ദീൻ പഠിക്കുന്നുണ്ട്. സമയമില്ല. നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാ, സമയമല്ല. അതേ ഖബറിലെത്തിയിട്ട് ആലോചിച്ചിട്ട് കാര്യമല്ല. അവിടെ സ്വസ്ഥമായി കിടക്കണമെങ്കിൽ ഇവിടുന്ന് ആലോചിക്കണം. അതുകൊണ്ട് ദീൻ പഠിക്കാനുള്ള
തീരുമാനം, ദിക്റുള്ള ജീവിതത്തിന്റെ ഭാഗമാക്കാനുള്ള തീരുമാനം നമ്മിൽ ഉണ്ടാകണം. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരി സഹോദരന്മാരെ, ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയും ഒക്കെയായി മരണപ്പെട്ട പല വാർത്തകളും ദുആ ചെയ്യാൻ പലരും ആവശ്യപ്പെട്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല മരണപ്പെട്ട വിശ്വാസിനികളായ എല്ലാവർക്കും അല്ലാഹുവേ നീ മഗ്ഫിറത്തും മർഹമത്തും നൽകണമേ. അവരുടെ